നമസ്കാരം. ഏവർക്കും വൈകുന്നേരമുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടുകളിലേക്ക് സ്വാഗതം. അങ്ങനെ ഈ വർഷം ആദ്യമായിട്ട് ക്ലോസിംഗ് ബേസിസിൽ നിഫ്റ്റിക്ക് 25,200 എന്ന റേഞ്ചിന് മുകളിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായിട്ട് സാധിക്കുകയുണ്ടായി. നിഫ്റ്റി ഇന്ന് 24,244.75 എന്ന ലെവലിലാണ് വ്യാപാരം അവസാനിപ്പിക്കുകയുണ്ടായത്. സെൻസെക്സിന് 680 പോയിന്റുകളുടെ നേട്ടത്തോടെ വ്യാപാരം അവസാനിപ്പിച്ചു. IT, മീഡിയ, ഓട്ടോ സെക്ടറിലൊക്കെ ഇന്ന് റാലി കാണുവാനായിട്ട് സാധിച്ചു. ഇന്ന് നിഫ്റ്റിക്കും സെൻസെക്സിനും ബാങ്ക് നിഫ്റ്റിക്കൊക്കെ ഇന്നലത്തെ ഡേ ഹൈ ടച്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കൂടിയും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു കണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയൊക്കെ ഇന്നത്തെ റാലിയിൽ പുറകോട്ട് പോകുന്നതായിട്ടാണ് കാണുവാനായിട്ട് സാധിച്ചത്. ടൈറ്റാൻ കമ്പനി, ഇൻഫോസിസ്, M&M, ഗ്രാസിം ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഭാരത് ഇലക്ട്രോണിക്സ്, കൊട്ടാക് മഹേന്ദ്ര ബാങ്ക്, ഐഷ മോട്ടേഴ്സ്, ആക്സിസ് ബാങ്ക്, ONGC തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം ഇന്ന് അവസാനിപ്പിക്കുക ഉണ്ടായത്. ഇന്ന് ഓട്ടോ സെക്ടറിലും കൺസ്യൂമർ ഡ്യൂറബിൾസിലും IT, ടെലകോം, ഹെൽത്ത് കെയർ, മീഡിയ തുടങ്ങിയ എല്ലാ സെക്ടറിലും തന്നെ റാലി കാണുവാനായിട്ട് സാധിച്ചു. 1% മുതൽ 2% റാലിയാണ് ഈ സെക്ടറുകളിലൊക്കെ ഇന്ന് കാണാനായിട്ട് സാധിക്കുകയുണ്ടായത്. ബോർഡർ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ മിഡ് ക്യാപ്പ് 0.6% ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. സ്മോൾ ക്യാപ്പ് 1.6% ഉയർച്ചയും രേഖപ്പെടുത്തി. നിഫ്റ്റി IT ഇൻഡെക്സ് ഇന്ന് 1.5% റാലി രേഖപ്പെടുത്തി. ഇതിന് പ്രധാനമായി സഹായിച്ചത് എംഫസിസ്, ഇൻഫോസിസ്, L&T മൈൻട്രി തുടങ്ങിയ സ്റ്റോക്കുകൾ ഉണ്ടായ റാലി തന്നെയാണ്. ഇത് ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ പുതിയ സ്റ്റേറ്റ്മെന്റ്. ഇതിനെ തുടർന്നാണ് ഇന്ന് IT സെക്ടറിൽ ഒരു റാലി കാണുവാനായിട്ട് സാധിച്ചത്. ഇന്നും ഇന്ത്യ വിക്സ് ഇടിയുന്നതായിട്ടാണ് കണ്ടത്. നാളെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ഹൈലി വോളട്ടൈൽ ആയിരുന്നു. തുടർച്ചയായി രണ്ടാം ദിനത്തിലും ഇന്ന് 4%-ലേറെ ഇടിവ് ഡിഫൻസ് സ്റ്റോക്കുകളിൽ ഇറാൻ ഇസ്രായേൽ സീസ് ഫയർ വന്നതിനെ തുടർന്ന് രേഖപ്പെടുത്തുക ഉണ്ടായി. അതുപോലെ തന്നെ ഈ ഒരു മാസം കൊണ്ട് മാത്രം നിഫ്റ്റിയിലെ റിയാലിറ്റി ഇൻഡെക്സ് 8% ഉയർച്ചയാണ് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിച്ചത്. ഇതിന് പ്രധാനമായും സഹായകരമായത് നമ്മുടെ ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റില് 50 ബേസിസ് പോയിന്റിന്റെ കട്ട് വന്നത് തന്നെയാണ്. അതുപോലെ തന്നെ RBIയുടെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പുകൾ വന്നിട്ടുണ്ട്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാർക്കറ്റ് അവേഴ്സ് കോൾ ഫോർ മണിയുടേത് നീട്ടുന്നുണ്ട്. 2019 ശേഷം ആദ്യമായിട്ടാണ് സമയക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. മുന്നേ കോൾ ഫോർ മണിയുടെ ടൈമിങ് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണിയായിരുന്നു. എന്നാൽ ജൂലൈ 1 മുതൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ റെപ്പോ ട്രാൻസാക്ഷന്റെ ടൈമിങ് നിലവിൽ രാവിലെ 9 മണി മുതൽ 4 മണി വരെയായിരുന്നു. അത് 9 മണി മുതൽ 5 മണി വരെ നീട്ടിയിട്ടുണ്ട്. ഈ രണ്ട് നിയമങ്ങളും ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇന്ന് NSEയുടെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് NSEയിലുള്ള നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റി, നിഫ്റ്റി നെക്സ്റ്റ് 50 തുടങ്ങിയവയുടെ ഡെറിവേറ്റീവ്സ് കരാറുകളുടെ കാലാവധി വ്യാഴാഴ്ചയിൽ നിന്നും ചൊവ്വാഴ്ചയിലേക്ക് മാറും. ഓഗസ്റ്റ് 28, 2025 മുതൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്നാണ് NSEയുടെ ഭാഗത്തു നിന്നും അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ്സുകൾ ചെക്ക് ചെയ്യാം. നിലവില് ഡോ ജോൺസ് ഫ്യൂച്ചർ സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ UK മാർക്കറ്റ് ഫ്ലാറ്റ് ആണ്. ഫ്രാൻസും ജർമ്മൻ മാർക്കറ്റും സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഒഴികെ നിലവിൽ വ്യാപാരം അവസാനിപ്പിച്ചതും തുടർന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവില് ആണ്. കൊമോഡിറ്റിയിലേക്ക് വന്നു കഴിയുമ്പോൾ ബ്രൻ ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയില് നേരിയ ഉയർച്ച കാണിക്കുന്നുണ്ട്. സ്വർണത്തിലും നേരിയ ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ഇനി ഇന്നത്തെ നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകളിലേക്ക് കടക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഇൻഫിബീം അവന്യൂസ്
ഇന്ന് കമ്പനിയുടെ ഭാഗത്തു നിന്നും റൈറ്റ് ഇഷ്യൂവിനുള്ള ലെറ്റർ സെബിക്ക് സമർപ്പിക്കുകയുണ്ടായി. തൽഫലമായിട്ട് ഇൻട്രാഡേ ബേസിസിൽ 15% അപ്സൈഡ് സ്റ്റോക്കിൽ കാണുവാനായിട്ട് സാധിച്ചു. MCX ഗ്ലോബൽ ബ്രോക്കേജിംഗ് സ്ഥാപനമായ UBS സ്റ്റോക്കിലെ ടാർഗറ്റ് പ്രൈസ് 10,000 രൂപയിലേക്ക് ഉയർത്തുക ഉണ്ടായി. ഇന്ത്യ മാർട്ട് നവമ എന്ന റേറ്റിംഗ് ഏജൻസി സ്റ്റോക്കിനെ അപ്ഗ്രേഡ് ചെയ്തു. റെഡ്യൂസിൽ നിന്നും ബൈയിലേക്കാണ് അപ്ഗ്രേഡ് ചെയ്യുകയുണ്ടായി. ടാർഗറ്റും ഉയർത്തുകയുണ്ടായി 3,800 രൂപ പെർ ഷെയർ എന്ന നിലയിലും. അരബിന്ദ് ഫാർമ ക്യാൻസറിന് ട്രീറ്റ് ചെയ്യുവാനുള്ള ഒരു മെഡിസിന്റെ മാർക്കറ്റിംഗ് അനുവാദം UK ഗവൺമെന്റ് ഭാഗത്തു നിന്നും കമ്പനിയുടെ സബ്സിഡറിക്ക് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. വോഡഫോൺ ഐഡിയ ഇന്നലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. കമ്പനിയുടെ AGR ഡ്യൂസുമായി ബന്ധപ്പെട്ട് 84,000 കോടി രൂപയുടെ റീപേയ്മെന്റുമായി ബന്ധപ്പെട്ട് ചില റിലീഫ് മെഷേഴ്സ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ടെന്ന്. എന്നാൽ ഈ വാർത്ത തികച്ചും തെറ്റാണെന്നുള്ള ക്ലാരിഫിക്കേഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇന്ന് നൽകുകയുണ്ടായി. ഇൻഫ്ലുവക്സ് ഹെൽത്ത് കെയർ ഇന്ന് NSE SME പ്ലാറ്റ്ഫോമിൽ IPO ലിസ്റ്റ് ചെയ്യുകയുണ്ടായി. 38% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി. അദാനി എനർജി മേഗ എഞ്ചിനീയറിംഗുമായി കമ്പനിയുടെ ഒഫീഷ്യൽസ് ഔദ്യോഗികമായി സംസാരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മേഗ എഞ്ചിനീയറിംഗിന്റെ ട്രാൻസ്മിഷൻ അസറ്റുകൾ വാങ്ങുവാനായിട്ട്. ടൈമെക്സ് ഗ്രൂപ്പ് ഇന്ന് സ്റ്റോക്കിൽ 5% ഇടിവുണ്ടായി. കാരണം സ്റ്റോക്കിന്റെ പ്രൊമോട്ടേഴ്സ് 15% മൂല്യം വരുന്ന സ്റ്റേക്ക് ഇന്ത്യയിൽ നിന്നും വിറ്റ് ഒഴിയുന്നതായിട്ട്, അത് ഓഫർ ഫോർ സെയിലിലൂടെയാണ് വിറ്റിരുന്നത്. തന്മൂലമാണ് ഇന്ന് സ്റ്റോക്കിൽ ഇടിവ് കണ്ടത്. പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ നമ്മൾ ഈ ന്യൂസ് ഷെയർ ചെയ്തിരുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായി കണ്ടുമുട്ടാം.